ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 9, 10, 11. ശ്ലോകം 9. സത്വം സുഖേ സംജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനം ആവൃത്യ തു തമഃ പ്രമാദേ സംജയാതി സത്വം സുഖേ സംജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സംജയത്യുത. സത്വം സുഖേ സംജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സംജയത്യുത. സത്വം സുഖേ സംജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സംജയത്യുത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പദവിച്ഛേദം. സത്വം സുഖേ സംജയതി രജ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സംജയത്യുത. പദവിച്ഛേദം. സത്വം സത്വഗുണം, സുഖേ സുഖത്തിൽ, സംജയതി ബന്ധപ്പെടുത്തുന്ന, ആസക്തമാക്കുന്ന, ഭാരത ഹേ ഭാരത, രജഹ രജോ ഗുണം, കർമ്മണി കർമ്മത്തിൽ, സംജയതി ആസക്തമാക്കുന്നു, തു എന്നാൽ, തമഹ തമസ്, ജ്ഞാനം ജ്ഞാനത്തെ, ആവൃത്യ ആവരണം ചെയ്തിട്ട്, പ്രമാദേ പ്രമാദത്തിൽ, സംജയതി ആസക്തമാക്കുന്നു, ഇത്യുത പറയപ്പെടുന്നു. വിവർത്തനം. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ജയ്. പ്രത്യേക വിജ്ഞാന മേഖലയിൽ പ്രവർത്തന നിരതരായിരിക്കുന്ന തത്വചിന്തകനോ ശാസ്ത്രജ്ഞനോ വിചക്ഷണനോ ആ വഴിയിൽ തൃപ്തനായേക്കാവുന്നതുപോലെ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി തന്റെ പ്രവർത്തനങ്ങളിലും ബുദ്ധിവിഷയകമായ നേട്ടത്തിലും തൃപ്തനാണ്. രജോ ഗുണത്താൽ ഒരു വ്യക്തി കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതനായേക്കാം. അയാൾ നേടാൻ കഴിയുന്നത്ര നേടുകയും നല്ല കാര്യങ്ങൾക്കായി ചെലവാക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവർ ആശുപത്രികൾ തുറക്കാൻ ശ്രമിക്കുകയും ധർമ്മസ്ഥാപനങ്ങൾക്ക് ദാനം നൽകുകയും ചെയ്യാറുണ്ട്. രജോ ഗുണത്തിൽ വർത്തിക്കുന്ന ഒരാളുടെ ലക്ഷണമാണിത്. തമോ ഗുണം ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നു. തമോ ഗുണം ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നു. തമോ ഗുണം ഉള്ളവർ ചെയ്യുന്നത് അവർക്കോ മറ്റുള്ളവർക്കോ പ്രയോജനകരവുമല്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 10. രജ തമ അഭിഭൂയ സത്വം ഭവതി ഭാരത. രജ സത്വം തമ ഏവ തമ സത്വം രജ
രജ तथा തഥാ रजस्तमश्चाभिभूय भूय രജസ്തമശ്ചാഭിഭൂയ सत्त्वं भवति भारत സത്വം ഭവതി रजसत्त्वं तमश्चैव तमसत्त्वं रजस्तदा रजस्तमश्चाभिभूय सत्त्वं भवति भारत रजसत्त्वं तमश्चैव तमसत्त्वं रजस्तदा रजस्तमश्चाभिभूय सत्त्वं भवति भारत रजसत्त्वं तमश्चैव तमसत्त्वं रजस्तदा हरे कृष्ण ആദ്യം കൃഷ്ണ രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ സത്വം രജസ്തദാ ഭാരത ഹേ ഭാരത സത്വം സത്വഗുണം രജ രജോഗുണത്തെയും തമാച്ച തമോ ഗുണത്തെയും അഭിഭൂയ അതിഭവിച്ചിട്ട് അതിക്രമിച്ചിട്ട് ഭവതി ഭവിക്കുന്നു രജ രജോ ഗുണം സത്വം സത്വഗുണത്തെയും തമ ഏവച തമോ ഗുണത്തെയും അഭിഭൂയ ഭവതി അതിക്രമിച്ച് പ്രബലമാകുന്നു തഥാ അപ്രകാരം തമഹ തമോ ഗുണം രജ രജസിനെയും സത്വം സത്വത്തെയും അഭിഭൂയ ഭവതി അതിക്രമിച്ച് പ്രബലമാകുന്നു വിവർത്തനം അല്ലയോ ഭാരത ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്നു മറ്റു ചിലപ്പോൾ തമസ് സത്വരജസ്സുകളെയും ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിലുള്ള മത്സരം നിലനിൽക്കുന്നു ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് മഹാരാജ് കി ജയ് രജോഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ സത്വതമസ്സുകൾ പരാജയപ്പെടുന്നു തമസാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ രജസത്വ ഗുണങ്ങളാണ് തോൽവി സത്വഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ രജസ്തമോ ഗുണങ്ങൾ പരാജയപ്പെടുന്നു ഈ മത്സരം എപ്പോഴും തുടർന്നു പോവുകയാണ് അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണം ഇവയിൽ ഒന്നിന്റെ ആധിപത്യം ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും ആഹാര രീതികളിലുമൊക്കെ സ്പഷ്ടമായി കാണുക പതിവാണ് അതിനെപ്പറ്റി ഇനിയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട് താല്പര്യമുള്ള പക്ഷം ആർക്കും പരിശീലനം കൊണ്ട് സത്വഗുണം വളർത്തി രജസ്തമസ്സുകളെ തോൽപ്പിക്കാം രജോഗുണം വർദ്ധിപ്പിച്ച് സത്വതമസ്സുകളെ കീഴടക്കാനും തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വരജസ്സുകളെ നശിപ്പിക്കാനും സാധിക്കും ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും സ്ഥിരനിശ്ചയമുള്ളവർക്ക് സത്വഗുണത്താൽ അനുഗ്രഹീതരാവാം അതിനെയും അതിക്രമിച്ച് വാസുദേവാവസ്ഥ എന്ന വിശുദ്ധ സത്വത്തിൽ എത്താം ഇവിടെയാണ് ഒരാൾ ഈശ്വര ശാസ്ത്രാഭിജ്ഞനാകുന്നത് ഒരു മനുഷ്യനിൽ ഏതു ഗുണത്തിനാണ് സ്വാധീനതയെന്ന് അയാളുടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ हरे कृष्ण श्लोकं 11 सर्वद्वारेषु अस्मिन् प्रकाश उपजायते ज्ञानं यदा तदा विद्यात् विवृतं सत्वं उधा सर्वद्वारेषु देहेऽस्मिन् प्रकाश उपजायते ज्ञानं यदा तदा विद्यात् विवृतं सत्त्वमित्युदा सर्वद्वारेषु देहेऽस्मिन् प्रकाश उपजायते
ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം തത്വമിത്യുത സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃതം സത്യമിത്യുത ശൈലജമാജി. ശൈലജമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ യാതൊരിക്കൽ അസ്മിൻ ദേഹേ ഈ ദേഹത്തിൽ സർവദ്വാരേഷു സർവദ്വാരങ്ങളിലും ജ്ഞാനപ്രകാശ ജ്ഞാനമയ പ്രകാശം ഉപജായതേ ഉദഹ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നുവോ തഥാ അപ്പോൾ തന്നെ സത്വം സത്വഗുണം വിവൃദ്ധമായെന്ന് ഇതി വിദ്യ ഇപ്രകാരം അറിയാം. വിവർത്തനം ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാവുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീ ശീല പ്രഭുപാദ് കി ജയ്. 9 ദ്വാരങ്ങളാണ് ശരീരത്തിലുള്ളത്. 2 കണ്ണുകൾ, 2 ചെവികൾ, 2 നാസാദ്വാരങ്ങൾ, വായ്, ലിംഗം, മലദ്വാരം ഇവയെല്ലാം സാത്വികതാ ലക്ഷണങ്ങളാൽ പ്രകാശിതമാവുമ്പോൾ മനുഷ്യൻ സത്വഗുണ സമ്പന്നനെന്ന് മനസ്സിലാക്കാം. അത്തരക്കാർ കാര്യങ്ങളെ ശരിയായ നിലയിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അവർ ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധരാണ്. നവദ്വാരങ്ങളിലും പ്രവൃദ്ധമായ സന്തുഷ്ടിയുടെ ലക്ഷണങ്ങൾ കാണാം. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനേ. ശ്രീവാർഷഭാനവീ ദേവി ദൈതായ കൃപാബ്ദയേ വിഷ്ണു സംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജില പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീ ഗൗര കരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗ വിരുദ്ധാഭ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രലംബര സാംഭോധേ പാദാംബുജായത്തെ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദ നാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗവരായ ദേ. ഗൗരാവിർഭാവ ഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജന പ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവഗോപാല ഭട്ട ദാസ രഘുനാഥ യക്ഷൈ ഗോസായിർ കോരി ചരണവന്ദൻ ജാഹാ ഹൊയ്തേ വിഘ്ന നാശ അഭീഷ്ട പൂരൻ വാഞ്ച കൽപതരുഭ്രശ്ച കൃപാ സിന്ധു ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരതിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോ മമ മന്ദമതീർഗതി മത്സർവസപദാംഭോജോ രാധാമദന മോഹനോ. ശ്രീദിവ്യ വൃന്ദാരണ്യ കൽപദ്രുമദ ശ്രീമരത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ്രാധ
ശ്രീമദ് രാധാ ശ്രീല ഗോവിന്ദദേവോ പ്രേഷ്ടാലഭി സേവ്യമാനോ സ്മരാമി. ശ്രീമാൻ രാസരസാരംഭി വംശി വടത്തരസ്ഥിത കർഷൻ വേണുസ്വനേർ ഗോപി ഗോപിനാഥ ശ്രീയോസ്തുന. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സമസ്ത വൈഷ്ണവരോടും ഒരേ പ്രാർത്ഥനയാണ്. ഈ സേവയിൽ എന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ പരിശ്രമം ഉണ്ടായിരിക്കുന്നതാണ്. ഭഗവത്ഗീത ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റോ അവിവേകമോ ഉണ്ടായാൽ ബദ്ധജീവാത്മാവ് എന്ന കാരണത്താൽ സാധനം എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ സത്സംഗത്തിൽ കൂടി ഭക്തർക്ക് എന്തെങ്കിലും ജ്ഞാനം ആർജിക്കുവാൻ കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മുടെ ശിക്ഷാഗുരു സത്യവ്രത പ്രഭുവിന്റെയും ഇസ്കോൺ സ്ഥാപകനും ആചാര്യനും അവിടുത്തെ ദീക്ഷാഗുരുവുമായ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജന്റെയും കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നു. എന്റെ യാതൊരു കഴിവുമില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 9. തത്വം സുഖേ സംശയതി രജ കർമ്മണി ഭാരത ജ്ഞാനം ആവർത്താത്തു തമ പ്രമാദേ സംശയിത്യുത. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഗുണത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സത്വം രജോ തമസ് ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഗുണങ്ങളെ ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതിയുടെ സംയോഗം ഉണ്ടാകുന്നതോടെ ജീവാത്മാവ് ഗുണങ്ങളെ ബന്ധനാകുന്നു. ഈ ഗുണങ്ങള് ഭൗതിക ലോകത്തിലുള്ള ഈ ഗുണങ്ങള് ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ എത്തിപ്പെടും. അതായത് ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ഭൗതിക പ്രകൃതിയുമായി സമ്പർക്കത്തിലാവുന്നതോടുകൂടി ആ ഗുണങ്ങളിൽ ബന്ധനാവുകയാണ് ജീവാത്മാവ്. ജീവാത്മാവ് അഭൗതികനാണ്. അതിന് ഭൗതികമായിട്ട് യാതൊരു ഇതൊന്നുമില്ല. പക്ഷെ ശരീരസ്ഥനായോട് കൂടിയിട്ട് ഈ ഗുണങ്ങളിൽ അതിന് പെട്ടുപോവുകയാണ്. അത് പ്രകൃതിയുമായി ബന്ധം, അതിന് ഈ പ്രകൃതിയായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ഭൗതികതയിൽ എത്തിച്ചേർന്നോടെ ഗുണങ്ങളിൽപ്പെട്ട് ബദ്ധനായി തീരുകയാണ് ചെയ്യുന്നത്. 3 ഗുണങ്ങളും വെച്ച് വിശുദ്ധമായത് നമുക്ക് മനസ്സിലായി സത്വഗുണമാണ് എന്നുള്ളത് ഇന്നലത്തെ ക്ലാസ്സിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്വഗുണം എങ്ങനെയാണ്? നിർമ്മലത്വാത്. അത് വളരെ എന്താ പറയുക, സത്വഗുണം നിർമ്മലമായതുകൊണ്ട് വളരെ നിർമ്മലമാണ്. അതുകൊണ്ട് അത് ജ്ഞാനം ആർജിക്കുന്നു, ജ്ഞാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സുഖം, അവർക്ക് കൂടുതൽ സുഖം അനുഭവിക്കുന്നു അവർ. കാരണം എന്താ വെച്ചാൽ സത്വഗുണികൾ വളരെ വിനയത്തോടുകൂടി അല്ലെങ്കിൽ വളരെ സമാധാന ചിത്രമായിരിക്കുന്ന ആൾക്കാരാണ് സത്വഗുണികൾ. അവർക്ക് ഭൗതിക പ്രകൃതിയിൽ ഭദ്ര ജീവസത്തകൾ പല വിധമുണ്ട്. ഒരാൾ സത്വഗുണികള് വളരെ സോഫ്റ്റ് മൈൻഡും അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാരും വളരെ സാഹിത്യപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലുമായിട്ടും. അവരിങ്ങനെ ബുദ്ധിയിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് സുഖം കൂടുതൽ അനുഭവിക്കാനും അതിൽ അവർ സന്തോഷിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. അവർ വളരെ ബുദ്ധിമാന്മാരാണ്. സത്വഗുണത്തിലുള്ള ഒരാളെ ഭൗതിക ദുഃഖങ്ങൾ അധികം അങ്ങനെ ബാധിക്കാറില്ല. ഭൗതിക ജ്ഞാനത്തിൽ താൻ പുരോഗമിക്കുകയാണെന്ന ബോധവും അയാൾക്കുണ്ടാവും. അപ്പൊ ഓരോ പ്രവൃത്തികളും ഓരോരുത്തർക്കും ഓരോ കർമ്മമേഖല ഉണ്ടല്ലോ. അപ്പൊ ആ കർമ്മമേഖലയിൽ വെച്ച് അവർ ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കൂടിയിട്ട് തന്റെ ആ സത്വഗുണ സ്വഭാവം കൊണ്ടാണ് തനിക്ക് ഇതെല്ലാം വന്നുപെടുന്നതെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് അവർക്കൊരു അഹങ്കാരം അല്ലെങ്കിൽ അതുകൊണ്ട് അവരൊരു അഭിമാനവും കൂടുതലാണ്. അപ്പൊ മറ്റുള്ളവര് നമ്മളെ ആ രീതിയിൽ നോക്കി കാണുമ്പോൾ ഒരു സുഖം അവര് അതിൽ അനുഭവിക്കുകയാണ്. ആ സുഖത്തില് അവര് അഹങ്കരിക്കുന്നതോടുകൂടി അവര് ആ ബദ്ധാവസ്ഥയിൽ വരും. അങ്ങനെ സത്വഗുണികൾക്കും അങ്ങനെ ഈ ഭൗതികത്തിന്റെ ഭൗതികത്തിലായതുകൊണ്ടുള്ള ആ ബദ്ധാവസ്ഥയിൽ സത്വഗുണികളും പെട്ടുപോവുകയാണ്. ഇതിലുള്ള കുഴപ്പം എന്നാൽ അവർ ജീവിത സത്വഗുണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ജ്ഞാനത്തിൽ ശ്രേഷ്ഠരാണ് എന്നുള്ള ഭാവം അവർക്കുണ്ട്. അത് തന്നെയാണ് അവരുടെ അഹങ്കാരത്തിന് കാരണം. അങ്ങനെ തനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, തനിക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണു. ഇപ്പോൾ ശാസ്ത്രജ്ഞനായിട്ടും തത്വചിന്തകരമായിട്ടും അങ്ങനെ തത്വചിന്തകരും പിന്നെന്താ സാഹിത്യകാരന്മാര്, സംഗീതജ്ഞര്, അങ്ങനെ കേമന്മാരെ എല്ലാവരും അവർക്ക് ബുദ്ധിവൈഭവം കൂടുതലാണ്, സാത്വികരാണ് അവര്. അപ്പൊ ആയതിനാൽ സാത്വികം എന്തുകൊണ്ടാണ് അവര് സത്വഗുണത്തിലുള്ളവരൊക്കെയാണ് കൂടുതലും ഈ വക മേഖലയിൽ തിളങ്ങുക. അവരുടെ ആ മാനസികാവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജ്ഞാനം ആർജിച്ചുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സാധ്യമാവാതെ ഇരിക്കാൻ സാധിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടർക്ക് അവര് സ്വാഭാവികമായിട്ടും അവര് ഒരു ശാന്തപ്രകൃതക്കാരായിരിക്കും. പക്ഷേ അങ്ങനെ കിട്ടുന്ന സുഖം മറ്റുള്ളവരെക്കാൾ താൻ കേമനാണെന്നുള്ള ഭാവം അവർക്ക് വന്നു ചേരുകയാണ്. അതുകൊണ്ട് അവര് ഭൗതികമായി കൂടുതൽ ഈ രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഭൗതികത്തിൽ അവർ കൂടുതൽ സന്തുഷ്ടരാവുകയും ചെയ്യുന്നുണ്ട്. ആ സന്തുഷ്ടി കൊണ്ട് അവരെന്താ ബദ്ധമായ ജീവിതത്തിലെ ഈ ഉയർന്ന സന്തുഷ്ടതാബോധം ഭൗതിക പ്രകൃതി സത്വഗുണത്തിൽ അവരെ ബന്ധിക്കും. അപ്പൊ അതുകൊണ്ട് ആ സന്തുഷ്ടത ആ സുഖം അവരെ അനുഭവിക്കുന്നതുകൊണ്ട് അവരും ഈ ബദ്ധാവസ്ഥയിൽ വന്ന് പെട്ടുപോകും. അപ്പോ അവരും ചെയ്യുന്ന കർമ്മം കൊണ്ട് തന്നെയാണ് അവർക്കും ആ ബദ്ധാവസ്ഥ വരുന്നത്. നോക്കുമ്പോൾ സത്വഗുണികളാണെങ്കിലും ബദ്ധാവസ്ഥ ഈ 3 ഗുണങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സത്വഗുണത്തിൽ ഇരുന്നാൽ പോലും ബന്ധനത്തിൽ അവരെ പെട്ടുപോകും. ആ ഭൗതികമായ ഗുണത്തിൽ വരുന്നുകൊണ്ട് ബദ്ധാവസ്ഥയിൽ അവരും പെട്ടുപോവുകയാണ്. അങ്ങനെ ഈ ഉയർന്ന സന്തുഷ്ടതാബോധം ഭൗതിക പ്രകൃതി സത്വഗുണത്തിൽ അവരെ ബന്ധിക്കുകയാണ്. അങ്ങനെ സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് അവർ ആകർഷിക്കും. അപ്പൊ വീണ്ടും വീണ്ടും എന്താണ്, അപ്പോ ഈ പദവിയും ഈ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ നമ്മളോടുള്ള മനോഭാവം, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നുള്ള മനോഭാവം ഒക്കെ കാണുമ്പോൾ അവർക്ക് അതേ പ്രവൃത്തി തന്നെ കൂടുതൽ കൂടുതൽ അവർ ചെയ്യും. അപ്പൊ വീണ്ടും വീണ്ടും അവർ ആ സത്വഗുണത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അപ്പൊ എന്താണ്, വീണ്ടും അവർക്ക് ഈ മരണചക്രത്തെ BOD സർക്കിളിൽ പെട്ടുപോവുകയും ചെയ്യും. അങ്ങനെ അവര് ആ വീണ്ടും വീണ്ടും ജനിക്കുകയും അത് പുതിയ പുതിയ ശരീരം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ പുതിയ പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ട് പുതിയ പുതിയ ശരീരം ഏൽക്കേണ്ടി വരും. പക്ഷെ അവരെന്താ വിചാരിക്കുന്നത്, വീണ്ടും വീണ്ടും തത്വചിന്തകനായോ ശാസ്ത്രജ്ഞനായോ കവിയായോ പിറവിയെടുത്ത് ജന്മമെന്ന ക്ലേശത്തിൽ അകപ്പെടുകയും അകപ്പെടുമ്പോൾ ഭൗതിക ശക്തിയുടെ മോഹവലയത്തിൽ അത്തരം ഒരു ജീവിതം സുഖകരമാണ് എന്നാണ് അവർ തെറ്റിദ്ധരിക്കുകയാണ്. അത് അവരുടെ വിചാരം ഇതാണ് സുഖം, ഇതിനപ്പുറം അവർക്ക് അറിയില്ല. അതിൽ ഉയർന്നുള്ള ഒരു തലം ഉണ്ട്, ആ തലത്തിലേക്ക് എത്തണമെന്നില്ല. അവര് അതേ സ്റ്റേജിൽ തന്നെ നിന്ന് വീണ്ടും വീണ്ടും അതേ പ്രവർത്തികൾ തന്നെ ചെയ്തു പോരുകയാണ് ചെയ്യുന്നത്. അവര് അതുകൊണ്ട് അവര് ആ വഴിയിൽ തന്നെ തൃപ്തനാവുകയാണ്. അതന്നെ ചെയ്ത് ഒരേ കർമ്മങ്ങൾ തന്നെ ചെയ്ത് അതിൽ തൃപ്തനായിരിക്കുകയാണ്. അതിലവർ സുഖം അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആ സുഖത്തിൽ ആസക്തമാവുകയും ആ സുഖത്തിൽ അവർ ബദ്ധാവസ്ഥയിൽ അകപ്പെടുകയും ചെയ്യുന്നു. രജോ ഗുണക്കാരാണെങ്കിൽ ഒരു വ്യക്തി കാമ്യകർമ്മത്തിൽ വ്യാപൃതനായി. അപ്പോ രജോ ഗുണക്കാരെങ്ങനെയാണ്, അതും ആ ശ്ലോകത്തില് പറയുന്നുണ്ട്. രജോ ഗുണക്കാരെങ്ങനെയാണെന്ന് വെച്ചാല് അവര് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യും. അവര് ആദ്യം തന്നെ അതിൽ ബന്ധപ്പെട്ട് പോണത് എങ്ങനെയാണെന്ന് വെച്ചാല് രാഗാത്മകമായ ഭാവത്തിലാണ്. രാഗാത്മകമാണ് അവര് എന്ന് വെച്ചാൽ ആദ്യം തന്നെ അവര് സ്ത്രീ പുരുഷനോടും പുരുഷൻ സ്ത്രീയോടുമുള്ള ആസക്തിയിൽ കൂടിയാണ് ഈ രജോ ഗുണക്കാര് ബദ്ധാവസ്ഥയിലായി പോകുന്നത്. അവര് സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തി കൊണ്ടാണ് അവര് ഈ രജോ ഗുണത്തിൽ പെട്ടുപോകുന്നത്. അവര് മുഖ്യ സ്വഭാവം എന്താണ്, തമ്മിലുള്ള അട്രാക്ഷൻ വന്നോടുകൂടി അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, അതായത് പിന്നീട് എന്താ കുടുംബം വരും, അതിനുവേണ്ട സമ്പാദ്യങ്ങൾ സമ്പാദിക്കേണ്ടി വരും, പിന്നെ മക്കള് വരും. അങ്ങനെ പിന്നെ അതിനെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഓരോരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തനിക്ക് വേണ്ട സ്വത്തും സമ്പാദ്യമൊക്കെ സ്വരൂപിക്കാനുള്ള പ്രയത്നത്തിലേക്ക് അവര് ആ കാമ്യകർമ്മങ്ങളിലേക്ക് അവർ വീണ്ടും വീണ്ടും പെട്ടുപോകും. അങ്ങനെ ആകർഷണ വലയത്തിൽ പെടുന്നത് ഇതിനെയാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ഈ രജോ ഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. അപ്പൊ കൂടുതൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കണം, കൂടുതൽ നമുക്ക് സൗകര്യങ്ങൾ വേണം. ഇന്ദ്രിയ സുഖാസ്വാദനം മതി വരാതെ വീണ്ടും വീണ്ടും ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഏർപ്പെടാതെ കണ്ണിനും കാതിനും അങ്ങനെയുള്ള വേണ്ട കാര്യങ്ങൾ നമുക്ക് ആനന്ദമായിരിക്കാൻ വേണ്ടി അത് താൽക്കാലികമാണ് എന്നുള്ള ബോധം അവർക്കൊന്നുമില്ല. ഭൗതിക ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും താൽക്കാലികമാണ് എന്നുള്ള ആ ബോധമില്ലാതെ അവർ കൂടുതൽ കൂടുതൽ സമ്പാദിക്കാനും കൂടുതൽ പദവിയും അല്ലെങ്കിൽ എന്താ പറയാ രാഷ്ട്രീയത്തിലോ സമൂഹത്തിലോ ഉയർന്ന പദവി ലഭിക്കുക, തന്നെ ആരെങ്കിലും മാനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അവർ അറ്റാച്ച്ഡ് ആയി പോകും. കാരണം വെച്ചാൽ രജോ ഗുണക്കാരി അങ്ങനെയാണ്. അവർക്ക് കൂടുതൽ സമ്പാദിക്കണം, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനും മക്കൾക്കും അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദാനം ചെയ്യാം. ഇതൊക്കെ അവർ ചെയ്യും. പക്ഷെ അതൊക്കെ തന്റെ മേൽമയ്ക്ക്, തന്റെ പദവിക്ക് വേണ്ടിയിട്ട്, അത് ആരെങ്കിലും പറഞ്ഞു നടക്കണം, അല്ലെങ്കിൽ ആർക്കും അറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ അതിന്റെ ശരിയായ ഒരു ദാനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ശരിയായ സത്വം മനസ്സിലാക്കിയിട്ടല്ല, തന്റെ പേരും നിലയും നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ദാനകർമ്മങ്ങൾ ചെയ്യാം. അതിനൊക്കെ വേണ്ടി അവർ ഒരുപാട് കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് അയാൾ തന്റെ കർമ്മഫലങ്ങളിൽ അപ്പൊ ആ കിട്ടുന്ന കർമ്മഫലങ്ങളിൽ ആസക്തനാവുകയും അങ്ങനെ അത്തരം കർമ്മങ്ങൾ ബന്ധനായും ചെയ്യുന്നു. ഈ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ അയാളെ ബദ്ധാവസ്ഥയിലാക്കി തീർക്കുകയാണ്.
നോക്കുമ്പോ ഭൗതിക ലോകത്തിലിരുന്ന് അല്ലെങ്കിൽ ഭൗതിക സ്ഥിതിയിൽ ഇരുന്ന് അയാൾ കുറെ ആനന്ദിക്കുന്നുണ്ടാകാം. പക്ഷെ അത് ബദ്ധാവസ്ഥയിലേക്ക് കാരണമായി തീരുന്നു എന്നുള്ളത് മാത്രം ആൾക്ക് മനസ്സിലാവില്ല. അതിനുള്ള ജ്ഞാനം അയാൾക്കില്ല. അയാൾ ഇതാണ് സുഖം, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതാണ് സുഖം, തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും അല്ലെങ്കിൽ തനിക്ക് വേണ്ട പോഷ കാര്യങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ സമ്പാദിച്ചെടുക്കുക, അതിൽ കൂടി സുഖം അനുഭവിക്കുക എന്നുള്ള ഒരു അറിവ് മാത്രമേ അയാൾക്കുള്ളൂ. അയാൾക്ക് അതിനുള്ള നല്ലൊരു ജ്ഞാനം അയാൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ ഈ രീതിയിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഈ രീതിയിൽ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നത്. അത് രാഗാത്മകമാണ്. അത് ഭയങ്കര തൃഷ്ണാധിക്യത്ത, അത് ആഗ്രഹങ്ങളുടെ, അതായത് അത്യാഗ്രഹം, അത് ഭീതിയായിട്ടുള്ള ഒരാളുടെ സ്വഭാവമാണത്. അപ്പൊ അതൊക്കെ തനിക്കുള്ളതൊക്കെ കൂടി സമ്പാദിച്ചെടുക്കണം എന്നുള്ള പ്രവൃത്തിയാണ് രജോ ഗുണികൾ ചെയ്തു വെക്കുന്നത്. ഇനി തമോ ഗുണികൾ അങ്ങനെയാകട്ടെ, തമോ ഗുണികൾക്ക് എന്താണെന്ന് വെച്ചാല് അജ്ഞാനമയമാണ്. അവരെ ജ്ഞാനത്തെ ആവൃതം ചെയ്ത തമസ്, ജ്ഞാനത്തിന് അവർക്ക് അടുപ്പിക്കാൻ പോലും പറ്റില്ല. അവർക്ക് അത് തികച്ചും നമ്മുടെ സത്വഗുണത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. സത്വഗുണം ജ്ഞാനമാണെങ്കിൽ തമോ ഗുണം അജ്ഞാനമാണ്. അത് പ്രമാദം, അതായത് അശ്രദ്ധ, ഒരു കാര്യത്തിനും അവർക്കൊരു ശ്രദ്ധയില്ല. തന്റെ ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കൊരു ചിട്ടയില്ലാത്ത ജീവിതമുള്ള ആൾക്കാരുണ്ട്. ഉറക്കത്തിലാണെങ്കിലും സാധാരണ ഒരു 6 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയാൽ മതി സാധാരണ ആൾക്കാർക്ക് എന്നുണ്ടെങ്കിൽ ഇവര് 10-12 മണിക്കൂർ കിടന്നുറങ്ങുക. മടിയന്മാരാണ്, വളരെ അലസതയുള്ളവരാണ്. അപ്പൊ തികച്ചും ആ സത്വഗുണമായിട്ടും അത് തികച്ചും ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒരു ഗുണക്കാരാണ് തമോ ഗുണക്കാര്. അവരുടെ രജോ ഗുണത്തിൽ വർത്തിക്കുന്ന ഒരാളുടെ ലക്ഷണം നമ്മൾ പറഞ്ഞു. അവര് കൂടുതൽ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ട് കൂടുതൽ സമ്പാദിച്ച് തന്നെ പദവിയും അല്ലെങ്കിൽ പേരും നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ തമോ ഗുണികള് തന്റെ പ്രവർത്തികള് ചുരുക്കി തന്റെ മടി പിടിച്ച് അല്ലെങ്കിൽ ആലസ്യതയിൽ അശ്രദ്ധയോട് കൂടിയുള്ള ജീവിത രീതികളിൽ കടന്നു പോകുന്ന കൂട്ടരാണ് തമോ ഗുണികൾ. അപ്പോ അത് ശുദ്ധ സത്വഗുണികളെ പറയുന്നത് നിർമ്മലത്വാത് എന്ന് പറഞ്ഞാല് അവര് എന്താ പറയാ, നിർമ്മലമായതുകൊണ്ട് നിർമ്മലമായതുകൊണ്ട് അവര് നിർമ്മലത്വമുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് ജ്ഞാനമാണ് കൂടുതലുള്ളത്. രാഗാത്മക ബുദ്ധിയുള്ളവർക്ക് എങ്ങനെയാണ്, അവര് കാമ്യകർമ്മങ്ങളിൽപ്പെട്ട് അവര് കഠിനമായ പ്രയത്നങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നു. ഇനി തമോ ഗുണികൾ എങ്ങനെയാണെന്ന് വെച്ചാല് അവര് എന്താ പറയാ, അജ്ഞാനത്താൽ ഇതായിട്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. അജ്ഞാനം അല്ല, അവര് ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും കണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് തമോ ഗുണികൾ. അപ്പൊ അവര് ഓരോരോ ഇപ്പൊ സത്വഗുണികാരെ സുഖത്തില് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ രജോ ഗുണികള് കർമ്മത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാ ഇവര് തമോ ഗുണികള് പ്രമാദത്തിൽ, അതായത് അശ്രദ്ധ കൊണ്ടും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ കഴിവില്ലാത്തത് കൊണ്ടല്ല, അവര് അങ്ങനെയാണ്, ആ പ്രകൃതം അങ്ങനെയാണ്. അവർക്ക് ആ വെളിച്ചം അവരുടെ ഉള്ളിൽ വന്നിട്ടില്ല, ഇരുട്ടിൽ അന്ധകാരത്തിൽ പെട്ടുകിടക്കാണ്, തമസിൽ പെട്ടുകിടക്കുന്ന ആയതുകൊണ്ട് അവർക്ക് മറ്റുള്ള 2 ഗുണങ്ങളെ പറ്റിയുമുള്ള ജ്ഞാനവുമില്ല. ആയതിനാല് അവര് ഈ ഗർത്തത്തിൽ, അതായത് ഈ ഇരുണ്ട ഗർത്തത്തിൽ വീണ് കിടക്കുന്നത് പോലെയാണ് അവര് തമോ ഗുണികൾ. അപ്പോ അടുത്ത ശ്ലോകത്തില് രജസ് തമശാഭിഭൂയ സത്വം ഭവതി ഭാരത രജ സത്വം തമശ്ചൈവ തമസ് സത്വം രജസ്തത. ചിലപ്പോൾ സത്വഗുണം രജസ് തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. സത്വഗുണം രജസിനെയും തമസിനെയും ഗുണങ്ങൾ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്നവണ്ട്. അത് അത്രയും ജ്ഞാനമുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ രജസിനെയും തമസിനെയും തോൽപ്പിക്കാൻ സാധിക്കുന്നത്. രജസ പറഞ്ഞല്ലോ, നമ്മൾ കാമ്യകർമ്മങ്ങളിൽ പെട്ടു കിടക്കണം. അവർക്ക് സത്വഗുണത്തിലേക്ക് എത്തിപ്പെടാൻ അവർ പരിശ്രമിക്കുന്നില്ല. അതായത് അതുപോലെ തന്നെ തമോ ഗുണികളും സത്വഗുണത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നില്ല. സത്വഗുണക്കാർക്ക് അവരെ 2 പേരും തോൽപ്പിച്ച് മുന്നേറാൻ കഴിയുകയും ചെയ്യും. ചിലപ്പോൾ രജസ് തമോ ഗുണങ്ങളെ കീഴടക്കുന്നു. ഇനിയിപ്പോ രജസ് ഗുണം എങ്ങനെയാണെന്ന് വെച്ചാല് സത്വത്തിനെ വരെ കീഴടക്കും. അത് കാര്യം എന്താ വെച്ചാൽ അവർക്ക് എന്താ പറയാ, തന്റെ സമ്പാദ്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ തനിക്ക് വേണ്ട അതേ പ്രവൃത്തി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനം അവർക്ക് ജ്ഞാനത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. സത്വഗുണം എന്നുള്ള ഒരു ആ മേഖലയിലേക്ക് എത്തിച്ചേരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്ഞാനമുണ്ട്, ആ വഴിക്ക് നമുക്ക് നീങ്ങണമെന്നല്ല. തന്റെ ആ ഉള്ള
സ്വഭാവം അനുസരിച്ചിട്ട് പ്രകൃതിയിൽ നിന്നുള്ള കിട്ടിയിരിക്കുന്ന തന്റെ ജന്മസിദ്ധമായിരിക്കുന്ന സ്വഭാവം വെച്ചിട്ട് അതേ നിലയിൽ നിൽക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സത്വഗുണത്തെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യാതെ ഒരേ നിലയ്ക്ക് നിൽക്കണം. അപ്പൊ പിന്നെ അവിടെ സത്വഗുണം വളരാൻ പറ്റില്ല. അങ്ങനെ രജസ് സത്വഗുണത്തെ തോൽപ്പിക്കുന്നു. അതേപോലെ തമോ ഗുണങ്ങളെ അതെ. അപ്പൊ തമോ ഗുണത്തിലേക്ക് അവർ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അവര് രജസ്സിൽ തന്നെ നിൽക്കുമ്പോ തന്റെ പ്രവർത്തന മേഖലയെ വളർത്തി അല്ലെങ്കിൽ കാമ്യകർമ്മങ്ങളെ പോഷിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അലസതയിൽ ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള സ്വഭാവമാണല്ലോ. അപ്പൊ ആയതുകൊണ്ട് അവര് രജോ ഗുണത്തിൽ ഉറച്ചു നിൽക്കുകയും സത്വഗുണത്തിലേക്ക് എത്തിപ്പെടാതെയും ഇരിക്കുന്നു. തമോ ഗുണത്തെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് അതല്ല, അവരുടെ സ്വഭാവം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതാണ്. അവർ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ തമോ ഗുണമായിട്ട് അവർക്ക് ബന്ധമില്ല. മറ്റു ചിലപ്പോൾ തമസ് സത്വ രജസ്സുകളെയും തോൽപ്പിക്കും. തമസ്സിനും അങ്ങനെ ഒരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ അലസത, മടിയന്മാരെ പോലുള്ള ആൾക്കാരെ, അശ്രദ്ധമായി ജീവിക്കുന്ന ആൾക്കാരെ ഒരു കാര്യത്തിലും ചിട്ടവട്ടമില്ലാതെ അല്ലെ ശ്രദ്ധയൊന്നില്ലാതെ വന്നപടി ചന്തം എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന കൂട്ടത്തില് എന്താണോ നടക്കുന്നത് അതുപോലെ നടക്കണേ, എപ്പോ കിടക്കുന്നു എപ്പോ എണിക്കുന്നു അങ്ങനെ ഒരു ചിന്തയില്ല അലസതമായ ജീവിതം നയിക്കുന്നവരുടെ അടുത്തേക്ക് അവര് കർമ്മനിരതരല്ല. അതുകൊണ്ട് രജോഗുണത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. കാരണം ആലസ്യമാണ് അവരുടെ സ്വഭാവം. ഇനി അതല്ല, സത്വഗുണത്തിലേക്ക് എത്താനും അവർക്ക് ജ്ഞാനമില്ല. ജ്ഞാനം മൂടപ്പെട്ടിരിക്കുകയാണ്. സത്വഗുണത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയ ഈ തമോ ഗുണികള് ജ്ഞാനമില്ലാത്തതിനാൽ അവർക്ക് സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാനേ സാധിക്കില്ല. പിന്നെ മടിയന്മാരായതുകൊണ്ട് രജോ ഗുണത്തിലേക്കും അവർക്ക് എത്താൻ സാധിക്കില്ല. രജോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ സത്വ തമസ്സുകൾ പരാജയപ്പെടും. അതാണ് പറഞ്ഞത്. രജോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോൾ ഈ സത്വഗുണം തമോ ഗുണം പരാജയപ്പെടുന്നു എന്ന് പറയുന്നത് ഇതാണ്. അതായത് കർമ്മ മേഖലയിൽ അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ജ്ഞാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല. കാമ്യകർമ്മങ്ങൾ ചെയ്ത് തനിക്ക് ആസ്തി വർദ്ധിപ്പിക്കണം, തന്റെ സ്വത്തും സമ്പാദ്യം വർദ്ധിപ്പിക്കണം, തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും കുട്ടിക്കും അങ്ങനെ കുടുംബത്തിനും വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സത്വഗുണത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതുപോലെ അവര് തമസിലേക്കും പോകില്ല. കാരണം കർമ്മമേഖലയാണ് അവർക്കുള്ളത്. കർമ്മം ചെയ്ത് കാര്യങ്ങൾ സമ്പാദിക്കുക എന്നുള്ളതാവുമ്പോൾ തമസിലേക്കും അവർ പോകില്ല. തമസാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലോ രജസ് തത്വഗുണങ്ങൾക്കാണ് തോൽവി. അത് തീർച്ചയായും അങ്ങനെ ഒരു തമസ് ഗുണമുള്ളവര് ആ വീട്ടിൽ അങ്ങനെ ഒരു കൂട്ടർ എങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബം തന്നെ നശിക്കും എന്നുള്ളതാണ്. കാരണം ചിട്ടയായ ഒരു ജീവിതചര്യയായിരിക്കില്ല. അലസത കൊണ്ട്, മടി കൊണ്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യുക, എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ കൂടി കിട്ടുന്നത് തനിക്കും അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഭഗവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ വല്ല ആസ്പത്രി പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ അവർ കൊടുക്കില്ല. അതിനുള്ളതൊന്നും അവരുടെ കയ്യിലില്ല. അപ്പൊ അതൊക്കെ ചെയ്യുന്ന രജോ ഗുണികളാണ്. ഇതൊന്നും തമോ ഗുണികൾക്ക് ഈ വക ചിട്ടകളൊന്നുമില്ല. അപ്പൊ ആയതിനാല് തമോ ഗുണം വർദ്ധിക്കും തോറും സത്വഗുണവും രജോ ഗുണവും അവിടെ നശിക്കും, അവിടെ ഇല്ലാതെ വരും. ഈ മത്സരം അങ്ങനെ ഒന്നിനെ ഒന്ന് തോൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സത്വഗുണം വർദ്ധിക്കുമ്പോൾ രജോ ഗുണവും തമോ ഗുണം തോൽക്കുകയും രജോ ഗുണം വർദ്ധിക്കുമ്പോൾ സത്വവും തമോ ഗുണം തോൽക്കുകയും തമസ് വർദ്ധിക്കുമ്പോൾ രജോ ഗുണം സത്വഗുണം തോൽക്കുകയും അത് അവിടെ മാറിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ മത്സരം എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൃഷ്ണാബോധത്തെ ഇതിനെ മാറ്റിയെടുക്കണമെങ്കിൽ കൃഷ്ണാബോധത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണം. അപ്പോ സത്വഗുണത്തിലേക്ക് എത്തിച്ചേർന്നാലും പോരാ, അവിടുന്ന് അപ്പുറമായ ശുദ്ധ സത്വ ഫോമിലേക്ക് എത്തിയാൽ തന്നെയാണ് നമുക്ക് കൃഷ്ണാബോധം ശരിയായി ആർജിക്കാൻ സാധിക്കുള്ളൂ. സത്വഗുണം വരെ നമ്മൾ വിചാരിക്കുമ്പോ നമ്മൾ സത്വഗുണത്തിൽ എത്തിയാൽ ഭഗവാന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായി നമുക്ക് ഭഗവാന്റെ അതീന്ദ്രിയമായ തത്വത്തെയും മനസ്സിലാക്കണമെങ്കിൽ അതിന് അപ്പുറം ശുദ്ധ സത്വഭാവത്തിലേക്ക് എത്തണം. ഇവയിൽ ഒന്നിന്റെ ആധിപത്യം ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളും പെരുമാറ്റത്തിലും ആഹാര രീതികളിലും ഒക്കെ സ്പഷ്ടമായി കാണുക പതിവാണ്. ഇവയിൽ ഒന്നിന്റെ ആധിപത്യം. ഇത് ഏതെങ്കിലും ഒരു ഗുണം നമ്മൾക്ക് എല്ലാ ജീവാത്മാക്കൾക്കും ഉള്ളിലും മിശ്രമായിട്ടും 3 ഗുണങ്ങളുള്ളവരുണ്ടാവാം, തനിയെ ഗുണങ്ങളുള്ളവരുണ്ടാവാം. ഭൂരിഭാഗം 3 ഗുണങ്ങളും നമ്മളിലുണ്ട് എന്നുള്ള കാണേണ്ടത്. കാരണം നമ്മൾ ഒരു സമയത്ത് തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, ചിലപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ പല സ്വഭാവം നമ്മൾ സാത്വികമായിട്ടും നമുക്കും അല്ലെങ്കിൽ രാജസമായിട്ടും നമ്മൾ തമ ഗുണമായിട്ടും നമ്മൾ എല്ലാവരിലും ഈ 3 ഗുണങ്ങളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ പോഷിപ്പിച്ച് സത്വഗുണത്തിലേക്ക് എത്താൻ നമുക്ക് ശ്രമിക്കാൻ
ശ്രമിച്ചാൽ നമുക്ക് കൃഷ്ണാബോധ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണം അതിനു വേണ്ടിയിട്ട്. ഇവയിൽ ഒന്നിന്റെ ആധിപത്യം ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളും പെരുമാറ്റത്തിലും കാണാം. ആഹാര രീതികളിൽ പോലും നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരുത്തരും ഈ സത്വ ഗുണികള് സാത്വികമായ ഭക്ഷണം കഴിക്കുകയും തമോ ഗുണികളും രജോ ഗുണികളും അതിന് മറ്റുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അതൊക്കെ ആ വ്യത്യാസം നമുക്ക് ആളുടെ സ്വഭാവത്തിലും പ്രവർത്തികളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെപ്പറ്റി ഇനിയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നുണ്ട്. വരുന്ന അധ്യായങ്ങളിലൊക്കെ ഈ 18ാം അധ്യായത്തിലൊക്കെ ഈ സത്വം രജോ തമോ ഗുണങ്ങളെ കുറിച്ചുള്ള അവരുടെ ജോലികളെ പറ്റിയും അവരുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വരുന്ന അധ്യായങ്ങളിൽ മനസ്സിലാക്കും. 18ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്കും ആർക്കും പരിശീലനം കൊണ്ട് സത്വഗുണം വളർത്തി രജ തമസുകളെ തോൽപ്പിക്കാം. അപ്പോ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് ഗുണത്തിലിരുന്നാലും ശരി നമുക്ക് സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ തമോ ഗുണിയാണെങ്കിലും രജോ ഗുണിയാണെങ്കിലും നമുക്ക് സത്വഗുണത്തിലേക്ക് എത്തിക്കാൻ നേരിട്ട് നമുക്ക് അത് പടിപടിയായി കാരണമൊന്നുമില്ല. നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൃഷ്ണാബോധത്തിൽ കൂടി നമുക്ക് ആ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ നേരിട്ട് ഒരു തമോ ഗുണിയാണെങ്കിൽ പോലും നേരിട്ട് സത്വഗുണത്തിലേക്ക് വരെ നമുക്ക് എത്താൻ സാധിക്കും. അതിനെ പരിശ്രമിച്ചാൽ സാധിക്കാവുന്നേ. അതിന് വേണ്ടത് ഉത്തമനായ ഒരു ഗുരുവാണ്. ഗുരുവിന്റെ ഒരു ആചാര്യന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സത്വഗുണത്തിൽ എത്തിച്ചേരുകയും ആ അതീന്ദ്രിയമായ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. രജോഗുണം വർദ്ധിപ്പിച്ച് സത്വതമസുകളെ കീഴടക്കാനും തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വരജസുകളെ നശിപ്പിക്കാനും സാധിക്കും. നമ്മൾ മനസ്സ് വെച്ചാല് നമുക്ക് രജോ ഗുണം വർദ്ധിപ്പിച്ച് സത്വതമസുകൾ അത് അവനവന്റെ ആഗ്രഹപ്രകാരമായിട്ട് രജോ ഗുണം താല്പര്യമുള്ളവർക്ക് സത്വരജസുകളെ നശിപ്പിക്കാനും തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വരജസുകളെ നശിപ്പിക്കാനും സാധിക്കും. അതായത് ഏത് ഗുണത്തിലാണോ നമുക്ക് ഇരിക്കേണ്ടത് അതിനെ പോഷിപ്പിച്ചിട്ട് മറ്റുള്ള 2 ഗുണങ്ങളെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും സ്ഥിരനിശ്ചയമുള്ളവർക്ക് സത്വഗുണത്താൽ അനുഗ്രഹീതരാവാം. ഭൗതിക പ്രകൃതിയിൽ ഈ പറഞ്ഞ 3 ഗുണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഗുണത്തിലാണോ നമുക്ക് ഇരിക്കാൻ താല്പര്യം ആ താല്പര്യം അനുസരിച്ച് ചില ആൾക്കാർക്ക് കാമ്യകർമ്മങ്ങൾ ചെയ്ത് കൂടുതൽ സമ്പാദിച്ച് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് ആ രീതിയിൽ പ്രവർത്തിച്ചാൽ അവർ രജോഗുണികളായിട്ട് അവർക്ക് ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കും. ഇനി അലസതയിൽ ഇരിക്കേണ്ടവരോ അവരെ തമോ ഗുണത്തിലിരിക്കാം. ഇനി അതല്ല സാത്വിക ഭാവത്തിലിരുന്ന് നമ്മുടെ കൃഷ്ണാബോധത്തോടെ നമ്മുടെ ഭഗവാനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നിലയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതിനൊക്കെ പൂർണ്ണമായി നമുക്ക് ആവശ്യമുള്ളത് ഉത്തമനായ ഒരു ആചാര്യന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ നമുക്ക് അത് സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനെയും അത് തന്നെയല്ല സത്വഗുണത്തിൽ എത്തിച്ചേർന്നാലും തന്നെ അതിനെയും അതിക്രമിച്ച് വസുദേവാവസ്ഥ എന്ന വിശുദ്ധ സത്വത്തിലെത്താം. വസുദേവാവസ്ഥ വിശുദ്ധ സത്വത്തിനെ പറയണം വസുദേവാവസ്ഥ. വസുദേവനെ ഭഗവാനെ മനസ്സിലാക്കുന്ന അവസ്ഥയാണ് വസുദേവാവസ്ഥയിലേക്കാം. അത് ഈശ്വര ശാസ്ത്രാഭിജ്ഞനാകുന്നു എന്നാണ്. ഈശ്വരന്റെ ശാസ്ത്രത്തിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന തലത്തിലേക്ക് എത്തുന്ന ഭാവത്തെയാണ് വസുദേവാവസ്ഥ എന്ന് പറയുന്നത്. അതീന്ദ്രിയ ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം. പിന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന നമ്മളെ എന്താണ് ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ക്ഷേത്രജ്ഞനെ കുറിച്ചുള്ള ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ആ വിശുദ്ധമായ ശുദ്ധ സത്വ ഫോമിലേക്ക് എത്തുന്നു. അതിനെയാണ് വസുദേവാവസ്ഥ എന്നിവിടെ പറയുന്നത്. അത് ഈശ്വര ശാസ്ത്രം അഭിജ്ഞാനം, അതിന് ഈശ്വരനെ കുറിച്ചുള്ള ശാസ്ത്രത്തിനെ മനസ്സിലാക്കുന്ന തലമാണ് വസുദേവാവസ്ഥ. ഒരു മനുഷ്യനിൽ ഏതു ഗുണത്തിനാണ് സ്വാധീനത എന്ന് അയാളുടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് അധ്യായം 2 ശ്ലോകം 54 പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ സ്ഥിതപ്രശ്ന കാ ഭാഷ എന്ന്. സ്ഥിതപ്രജ്ഞന്റെ എന്താണ് ഭാഷ എന്ന് പറഞ്ഞാൽ അതില് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാളുടെ രൂപത്തില് അതിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വന്ന് കണ്ടാൽ അയാൾ നമുക്ക് തോന്നും വലിയ മാന്യനാണെന്ന്. പക്ഷെ അയാളുടെ സ്വഭാവം വായ തുറന്ന് സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും അയാൾ ഏത് അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആളുടെ ഗുണം എന്താണെന്ന്, ഏത് തരത്തിലുള്ള ആളാണ് എന്നുള്ളത് നമുക്ക് സംസാരത്തിൽ കൂടി മനസ്സിലാവും. അപ്പോൾ ഏത് ഗുണത്തിനാണ് സ്വാധീനം എന്ന് അയാളുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന് ഇത് ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഭാവാർത്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഗുണത്തിലും പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കില്ലേ. സത്വിക ഭാവത്തിലുള്ള ആൾക്കാര് നല്ല നിർമ്മലത്വം എന്നല്ല, വളരെ തന്മയത്തോടു കൂടി വളരെ വിനയത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിന് ആ അടക്കവും ഒതുക്കവുമുള്ള അല്ലെങ്കിൽ ആ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളൊക്കെ നമുക്ക് ഒരു സാത്വികനായ ഒരാളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ രജോഗുണികളും എങ്ങനെയാണ് അവരുടെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം. അവര്
കർമ്മശാലി, ഭയങ്കരമായ കാര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പിന്നെ വീറും വാശിയുമുള്ളവരാണ്, യുദ്ധത്തിനൊക്കെ മുന്നിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ എന്തടാന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ് രജോ ഗുണികൾ. അപ്പൊ അങ്ങനെയുള്ള അവരെ കണ്ടാലും നമുക്കറിയാം ഇവരുടെ ഗുണത്തിനെ കുറിച്ചിട്ട്. അതുപോലെ തമോ ഗുണികൾ എപ്പോ നോക്കിയാലും അലസമായിട്ടിരിക്കുന്ന, മടിയന്മാരായിരിക്കുന്ന, ഒരു കാര്യഗൗരവമില്ലാതെ അങ്ങനെ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ആ തമോ ഗുണം, ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം ഇവർ ഏത് ഗുണത്തിൽപ്പെട്ടവരാണെന്നുള്ള നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 15ാമത്തെ ശ്ലോകത്തിൽ സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യ വിവൃതം സത്വമിത്യുത. ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. അപ്പോ നവദ്വാരേ പുരേ ദേശി എന്നുള്ള ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് 9 ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളിൽ അങ്ങനെ അതിൽ വസിക്കുന്ന ആ ജീവാത്മാവ്, അവിടെ ഗുണങ്ങൾ, അത് അവിടെ എന്താ പറയാ, തനിക്ക് ഒന്നിലും ബന്ധമില്ല, ഒരു കർമ്മങ്ങളിലും താൻ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. എനിക്ക് അതിന് യാതൊരു ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ഇതിലാണ് ആ ശ്ലോകത്തിൽ അവിടെ പറയുന്നത്. എന്താ പറയാ, ശരീരസ്നായം ആത്മാവ് തന്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവ്വകർമ്മങ്ങളെ മനസ്സാ പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. ഒന്നും ചെയ്യുന്നുമില്ല, ചെയ്യിക്കുന്നുമില്ല. ഞാൻ ഈ ഒരു കർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ആ നവദ്വാരേ പുരേ ദേഹി എന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്ലോകത്തിനെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ശരീരത്തിലെ 9 ദ്വാരങ്ങളുണ്ട്. ആ 9 ദ്വാരങ്ങളും കൂടി അത് പ്രകാശിതമായാൽ അങ്ങനെയുള്ള ആളെ സത്വഗുണി, അവർക്ക് സത്വഗുണം ഉള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എങ്ങനെയാണ് ഈ 9 ദ്വാരങ്ങൾ ഏതൊക്കെയാണ്? 2 കണ്ണുകൾ. ഈ 2 കണ്ണുകൾ കൂടി നമ്മൾ എങ്ങനെയാണ് അതിനെ സത്വഗുണത്തിലേക്ക് എത്തിക്കുക? നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഭഗവാന്റെ ശരീരം, ശ്യാമകോമള വർണ്ണത്തിലുള്ള ആ ശ്യാമസുന്ദര സ്വരൂപമായ ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ട് അത് ആ രൂപത്തിനെ നമ്മൾക്ക് ദർശിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകളൊക്കെ സാത്വിക ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അതുപോലെ കാതുകൾ, ശ്രോത്രം അല്ലെ, നമുക്ക് കേൾക്കാൻ നവദ ഇതിൽ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം ശ്രവണം കീർത്തനമാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാന്റെ ഗുണങ്ങളും കഥകളൊക്കെ കേൾക്കുക, അതുകൊണ്ട് നമ്മുടെ കാതുകളൊക്കെ പരിശുദ്ധമായി തീരും. അതുപോലെ മൂക്കുകൾ കൊണ്ട്, നാസാരന്ധ്രങ്ങളിൽ ഭഗവാന്റെ പാദതുളസി ഗന്ധം നുകർന്ന് ഭഗവാന്റെ രൂപങ്ങളും അതൊക്കെ അതിന്റെ മണങ്ങളെല്ലാം നുകരുമ്പോൾ നമ്മുടെ മൂക്കുകളും നാസാരന്ധ്രങ്ങളൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ വായ എന്താണ്? വായ നാവ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഭഗവാന്റെ പ്രസാദം രുചിച്ചിട്ടും നാമകീർത്തന സങ്കീർത്തനങ്ങൾ ചെയ്തിട്ടും നമുക്ക് വായനെ ശുദ്ധീകരിച്ച് സാത്വിക ഭാവത്തിലേക്ക്, ശുദ്ധമായ ഭഗവാന്റെ പ്രസാദം കഴിച്ച് നമുക്ക് സത്വഗുണ രൂപത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ ലിംഗം, മലദ്വാരം. ലിംഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ, നല്ല സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കും. നല്ല സന്താനങ്ങൾ, ഭഗവാൻ ഭക്തന്മാരായ കുട്ടികളെ നമ്മൾ എന്താ പറയാ, കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവര് ഭാഗവത പ്രഭു എന്നുള്ള കുട്ടിയെ കണ്ടല്ലോ, അതുപോലെയുള്ള അങ്ങനെ ഭഗവത് ഭക്തന്മാരായ കുട്ടികളെ ജനിപ്പിക്കുവാനുള്ള ജനിപ്പിക്കുന്നതോടുകൂടി നമുക്ക് അങ്ങനെ അതും സാത്വിക ഭാവത്തിലേക്ക് എത്താം. അതേപോലെ നമ്മൾ കഴിക്കുന്ന പ്രസാദം എന്താണെങ്കിലും നമ്മളുടെ വിസർജ്യങ്ങളും അങ്ങനെ തന്നെയാണല്ലേ. അതേപോലെ ആ രീതിയിലേക്കും നമുക്ക് എല്ലാ നവദ്വാരങ്ങളെ നമുക്ക് അങ്ങനെ പരിശുദ്ധമാക്കിയെടുത്ത് സത്വഗുണ സമ്പന്നൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാളെ എല്ലാ ഇതിലും കൂടിയും എല്ലാ നവദ്വാരങ്ങളിലും ഭഗവാൻ ആ സാത്വിക ലക്ഷണങ്ങൾ തെളിഞ്ഞ് പ്രകാശിതമാവുമ്പോൾ മനുഷ്യൻ സത്വഗുണ സമ്പന്നനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരക്കാർ കാര്യങ്ങൾ ശരിയായ നിലയിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സാത്വിക ഭാവത്തിലുള്ള ആൾക്കാർക്കൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കാണാനും മനസ്സിലാക്കാനും ആ സാത്വിക ഭാവത്തിലുള്ള ആ ജീവാത്മാക്കൾക്ക് സാധിക്കും. അവർ ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധമാവുകയും ചെയ്യും. പരിശുദ്ധരാണ്. നവദ്വാരങ്ങളിലും പ്രവൃത്തമായ സന്തുഷ്ടിയുടെ ലക്ഷണങ്ങൾ കാണാം. അപ്പൊ അങ്ങനെ ആ നവദ്വാരങ്ങളിലും ആ സന്തുഷ്ടി, ആ സാത്വിക ഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. സത്വഗുണ സമ്പന്നനായിട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ രജസ്തമോ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും അതിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഭംഗിയുണ്ട് മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 10ാം ശ്ലോകത്തില് ഓരോ ഗുണത്തിന്റെ ആധിപത്യം ഗുണങ്ങളുടെ ആധിപത്യം, ഒരു ഗുണം മുന്നിട്ട് വെക്കുമ്പോ ബാക്കി രണ്ടെണ്ണം താഴോട്ട് പോകും. അങ്ങനെ ഓരോന്നിന്റെ ആധിപത്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അതെങ്ങനെ ആധിപത്യം വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ മുൻജന്മങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ റിയാക്ഷൻസ് ആണ് ഗുണങ്ങളായിട്ട് വരുന്നത് ഈ ജന്മത്തിൽ. അപ്പൊ മുൻജന്മങ്ങൾ ചെയ്ത കർമ്മം അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഏത് മൂവ്മെന്റാണ് വരുന്നത് ആ സമയത്ത് സത്വഗുണത്തിന്റെ ചെയ്ത കർമ്മത്തിന്റെ റിയാക്ഷൻസ് വരുമ്പോ സത്വഗുണം മുന്നിട്ട് നിൽക്കുകയും ബാക്കി രണ്ട് ഗുണങ്ങൾ താഴ്ത്തു. ആ റിയാക്ഷൻ എക്സോസ്റ്റഡ് ആകുമ്പോൾ നമുക്ക് ഏത് കാര്യം അറിയാം, ലിമിറ്റ് വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന്റെ ശക്തി കുറയും. അപ്പോ മറ്റേ ഗുണം നമ്മൾ ചെയ്ത വേറെ കർമ്മത്തിന്റെ ഏത് കർമ്മത്തിലും രജോ ഗുണത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ശക്തി അധിപത്യം ഉണ്ടാക്കും. അതുകൊണ്ട് രജോ ഗുണം ഇഷ്ടമാകും. പിന്നെ അതിന്റെ ഇഫക്റ്റ് കഴിയുമ്പോൾ തമോ ഗുണത്തിൽ ചെയ്ത കർമ്മമാണ് എന്താ വെച്ചാൽ അത് വരുമ്പോൾ നമ്മൾ തമോ ഗുണത്തിന്റെ ഡോമിനേറ്റഡ് ആയി. അതാണ് ഈ അതിന്റെ രീതി. അതാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഏത് കർമ്മങ്ങൾ ചെയ്തോ പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, രജോ ഗുണത്തിലും തമോ ഗുണത്തിലും സത്വഗുണത്തിലും. അപ്പൊ സത്വഗുണത്തിൽ ചെയ്ത കർമ്മങ്ങള് ആ സമയത്ത് നമ്മൾ ഡൊമിനേറ്റ് ചെയ്യും, റിയാക്ഷൻസ് പ്രോമിനന്റ് ആകുമ്പോൾ നമ്മൾ സത്വഗുണത്തിന്റെ കാര്യങ്ങൾ വരും. അതിന്റെ റിയാക്ഷൻസ് എക്സോസ്റ്റഡ് ആകുമ്പോൾ അത് കഴിഞ്ഞു വരുമ്പോൾ ആ ഗുണം വീക്കാവും, അടുത്ത ഗുണം കയറി വരും. ഇതാണ് ഈ ഓരോ ഗുണങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് ഗുണത്തിലാണോ നമ്മൾ കർമ്മം ചെയ്യുന്നത് അത് അടുത്ത ജന്മത്തിലെ കൂടുതൽ പ്രോമിനന്റ് ആവും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ജന്മത്തില് കൂടുതൽ സത്വഗുണം ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മള് എന്താ പറയുക, നമ്മുടെ ഡെലിബറേറ്റ് ആയിട്ടുള്ള നമ്മളെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്താലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യം. പക്ഷേ ബോധം ക്ലിയർ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഗുണം ഇഷ്ടമാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ താല്പര്യമാണ് നമുക്ക് ഏത് ഗുണമാണ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത്. മാസി പറഞ്ഞു അതപ്പോ രജോ ഗുണത്തിന്റെ ആൾക്കാർക്ക് അവർക്ക് സമ്പാദിക്കാനുള്ള ആഗ്രഹമാക്കണമെങ്കിൽ അവരെ രജോ ഗുണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മളിരിക്കുന്ന ഇപ്പോ ജോലിയിലിരിക്കുമ്പോ ഒരു HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അവിടെ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുപോകാൻ പറ്റുക, എങ്ങനെയാണ് സമ്പാദിക്കുക, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ കൂടുതൽ നന്നാക്കാൻ പറ്റുക, എക്കണോമിക് ഡെവലപ്മെന്റ്. അങ്ങനെ ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും രജോ ഗുണികളെ മാറും. അപ്പോൾ അതുകൊണ്ട് ചില പ്രബോധന ഇസ്കോൺ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമേരിക്കത്തെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് അവരുടെ ഇൻഡസ്ട്രീസ് ക്യാപിറ്റലിസ്റ്റ് അവർക്കും ഭയങ്കര ദേഷ്യമായി. കാരണം ജോലിക്കാരെ വരാണ്ട് ജോലിക്ക് താല്പര്യമില്ല, അവർക്ക് ക്ഷാമം ഏറ്റെടുക്കണം. അപ്പൊ അവരുടെ ഫാക്ടറി മറ്റു കാര്യങ്ങളും വരയ്ക്കാൻ പോകുന്നില്ല. അപ്പൊ അവർക്ക് പുതിയെന്ന് വെച്ചാൽ ഇവരെല്ലാം രജോ ഗുണത്തിലെ ആൾക്കാരാണ്. അപ്പൊ രജോ ഗുണത്തിലെ ആൾക്കാര് എപ്പോഴും ജോലി ചെയ്തിരിക്കണം. ഈ ജോലി ചെയ്യാൻ ആൾക്കാരില്ലാണ്. അപ്പൊ ഇവര് നേരത്തെ ഈ ഇസ്കോൺ കാരണമാണ് നമ്മുടെ കുട്ടികള് വഴിവിറ്റ് പോണ. അതുകൊണ്ട് ഗവൺമെന്റിനെതിരെ അവർ കംപ്ലൈന്റ് ചെയ്തു. ഇസ്കോൺ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചു അവരെ കണ്ട് മടിയന്മാരാക്കുകയാണ്, അവരെ ജോലി നിന്ന് മാറ്റുകയാണ്, അവരെ കംപ്ലൈന്റ് ആണ്. അപ്പൊ ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ ലോകത്തില് 99% ആൾക്കാരും രജോ ഗുണത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലാണ് താല്പര്യം. അപ്പൊ അത് നമ്മൾ കാണുന്ന എല്ലാ അഡ്വർടൈസ്മെന്റും ഏതിന്റെ സോഷ്യൽ മീഡിയ TV എവിടെ നമ്മൾ കാണുന്ന എല്ലാം എന്താണ്, ഇതിനെയാണ് നമുക്ക് മുന്നേറണം, ജീവിതത്തിൽ മുന്നേറണം വേണം എന്നുള്ള ആഗ്രഹം എപ്പോഴും. അതുകൊണ്ട് രജോ ഗുണത്തിന് ഇപ്പോ കൂടുതൽ പ്രോമിനൻസ് വരാൻ കാരണം കലിയുഗത്തിലെ രജോ ഗുണവും തമോ ഗുണമാണ് മുന്നിട്ടില്ല. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് സത്വഗുണത്തിൽ മാത്രം പോരാ, ശുദ്ധസത്വത്തിൽ എത്തണം എന്ന് പറയുന്നു. ശുദ്ധസത്വത്തിലാണ് ഭഗവാൻ കൃഷ്ണനെ കാണാൻ പറ്റില്ല. ശ്രീമദ് ഭാഗവതം 4ാം സ്കന്ധം 3ാം അധ്യായം 23ാം ശ്ലോകം. 3ാം അധ്യായത്തില് ശിവഭഗവാൻ സതിയോട് പറയുന്ന കാര്യമാണ്.
ആദ്യത്തെ അധ്യായത്തിലെ ശിവഭഗവാൻ ദക്ഷന്റെ യാഗത്തില് ശിവനെ എന്താണ് അവമാനിക്കുന്ന ഒരു ഇതുണ്ട്. അവൻ ശിവൻ തിരിച്ചുകൊണ്ട് സൈലന്റ്, വളരെ സൈലന്റ് ആയിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഒന്നും ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശിവഗണങ്ങളും ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ഭയങ്കര ഫൈറ്റ് അവിടെ നടക്കും. ശിവൻ വളരെ സൈലന്റ് ആയിട്ട് ഒന്നും മിണ്ടില്ല, ഇറങ്ങിപ്പോകും. അപ്പോൾ സതിയോട് പറയാണത്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ശ്രദ്ധയില്ലാണ്ട്, അല്ലെങ്കിൽ ശബ്ദം പറഞ്ഞ സതിയോട് പറയുന്നുണ്ട്, സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാൻ അപാവൃത സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹി അദോക്ഷജോ മേ നമസാ വിധീയതേ. സത്വം വിശുദ്ധം വിശുദ്ധമായ സത്വം തന്നെ വസുദേവ ശബ്ദിതം. വസുദേവ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. വസുദേവ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ആണ്. അതിനെ പൊതുവെ വിശുദ്ധ സത്യം പറയും. അപ്പോ അതിൽ പോയി കഴിഞ്ഞാൽ അതിൽ മഗ്നായിട്ടിരിക്കുമ്പോ അവിടെ കൃഷ്ണനെ തെളിഞ്ഞു കണ്ടു. കൃഷ്ണനാണ് പ്രിസൈഡിങ് ഡേറ്റി ഓഫ് വിശുദ്ധ സത്വത്തിന്റെ പ്രിസൈഡിങ് ഡേറ്റി കൃഷ്ണനാണ്. അതുകൊണ്ട് ശിവഭഗവാൻ എന്താ ഞാൻ ഭഗവാൻ കൃഷ്ണനിൽ മനസ്സ് ദൃഢമാക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ മനസ്സ് കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദക്ഷൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. ദക്ഷൻ എനിക്ക് നിന്നില്ല, എനിക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് എന്റെ ശ്രദ്ധ കൃഷ്ണനിലായിരുന്നു. എന്നുവെച്ചാൽ വിശുദ്ധ സത്വത്തിലായി ചെയ്യാൻ മാത്രമേ നമുക്ക് കൃഷ്ണനെ കുറിച്ചാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ശിവക്രോധ പറയുന്നത്. അപ്പോ സത്വഗുണത്തിൽ ആദ്യം എത്തിച്ചേരണം, എന്നിട്ട് വിശ്വസത്വത്തിലേക്ക് പോകുന്ന എളുപ്പം. തമോ ഗുണത്തിനും രജോ ഗുണത്തിനും അർത്ഥം എളുപ്പമല്ല. അഫ്കോഴ്സ് ശിലപ്രബോധന പറഞ്ഞിട്ട് കൃഷ്ണ കോൺഷ്യസ് ഏത് ഗുണത്തിനും വരാൻ പറ്റും. പടിപടിയായിട്ട് വരേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് കൃഷ്ണബോധം എത്താൻ പറ്റും. പക്ഷെ അതിനുള്ള ആ സീരിയസ്നെസ് നമുക്ക് ഉണ്ടാവണം. അത് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് കൃഷ്ണബോധത്തിൽ ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തമോ ഗുണത്തിനും രജോ ഗുണത്തിനും ആൾക്കാർക്കും സാധിക്കും. പക്ഷേ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ നേച്ചർ അങ്ങനെയല്ല. അതാണ് ഈവൻ തമോ ഗുണികൾ വരുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. രജോ ഗുണികൾ വന്നാൽ തന്നെ കുറച്ച് ആരംഭശൂരത്തെയും കാണിച്ചിട്ട് ചിലപ്പോൾ അവരെ നമ്മൾ നേരിട്ട് കാണാൻ നമുക്ക് പരിചയമുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർ ആരംഭശൂരത്വം കാണിക്കും, കുറച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പതുക്കെ ഭംഗിപ്പോയി ഫെയ്ഡ് അവേ. പക്ഷെ സത്വഗുണത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് നമ്മൾ സത്വഗുണം എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യണം. പക്ഷെ പോകുന്ന അവസാനത്തെ ദേഹം വിടുന്നേക്കാൾ മുമ്പ് ജസ്റ്റ് മണിക്കൂറുകൾ മുമ്പും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് എപ്പോഴും സത്വഗുണത്തില് ഇരിക്കാൻ നോക്കണം എന്ന് പറയുന്നത്. സത്വഗുണത്തിന്റെ പ്രാധാന്യം വളരെ ഏറെയാണ്. എല്ലാവരും സത്വഗുണത്തിൽ എത്താൻ നോക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. कृष्ण प्रभु जी, हरे कृष्णा प्रभु जी, थैंक यू माता जी, थैंक यू. हरे कृष्ण. हरे कृष्णा माता जी. हरे कृष्ण. हरे कृष्ण.